ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു AHUവിൻ്റെ കൺട്രോൾ പാനലാണ്. നമ്മൾ സാധാരണഗതിയിൽ HVAC സൈഡിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് AHU, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്നും പറയും. സോ അതിൻ്റെ റിട്ടേൺ ഫാന് നമ്മളൊരു VFD ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. സോ ഈ VFD ഇപ്പോൾ വർക്ക് ആവുന്നില്ല. സോ അതിൻ്റെ റെക്ടിഫിക്കേഷനാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് കണ്ടന്റുള്ള വീഡിയോ ആണ്, കുറച്ച് ലെങ്തിയും കൂടിയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സോ സ്റ്റേ വാച്ച്. ഇതൊരു AHUവിൻ്റെ കൺട്രോൾ പാനലാണ്, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയും. ഇതൊരു HVAC സൈഡിൽ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് AHU. സോ ഈ AHU സിസ്റ്റത്തിനകത്ത് രണ്ട് ഫാൻ യൂണിറ്റുകളുണ്ട്, സപ്ലൈ ഫാൻ യൂണിറ്റും റിട്ടേൺ ഫാൻ യൂണിറ്റും. സോ ഇവിടെ രണ്ട് യൂണിറ്റിനും ഉപയോഗിക്കുന്നത് രണ്ട് VFD ആണ്. നമുക്ക് കാണാം ഇവിടെ ഈ VFD ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ സപ്ലൈക്കാണ്, ഈ യൂണിറ്റ് ഇതിൻ്റെ റിട്ടേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ റിട്ടേൺ ഫാൻ യൂണിറ്റിൻ്റെ VFD വർക്ക് ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ ഇവിടുത്തെ കംപ്ലൈൻറ്റ്. സോ നമ്മളിത് ചെക്ക് ചെയ്യുകയാണ്, എന്താണ് ഇത് വർക്ക് ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ റിട്ടേണിൻ്റെ സ്വിച്ച് നമ്മൾ സെലക്ടർ സ്വിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. നമുക്കിവിടെ കാണാം ഹെഡ്സ് 0-യിൽ തന്നെയാണ് കിടക്കുന്നത്, റിമോട്ട് മോഡിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങിലേക്ക് കിടക്കാം. സോ ഈ ട്രബിൾ ഷൂട്ടിങ്ങിലേക്ക് നമ്മൾ ആദ്യമേ കടക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമായ 1-2 വസ്തുക്കളുണ്ട്. സോ ആദ്യമേ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മൾട്ടിമീറ്ററാണ് വേണ്ടത്. ഇതൊരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രോയിങ്, ഈ സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് ഉണ്ടെങ്കിൽ ഡ്രോയിങ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡ്രോയിങ് ഇല്ലാതെ വരാൻ സാധ്യതയുണ്ട്. സോ അത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. സോ ഇവിടെ നമുക്ക് എന്തായാലും ഭാഗ്യം വെച്ചാൽ ഡ്രോയിങ് ഉണ്ടായതുകൊണ്ട് ട്രബിൾ ഷൂട്ടിങ് എളുപ്പമാവും എന്നാണ് തോന്നുന്നത്. സോ ഈ VFDയുടെ മോഡൽ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ ഈ VFDയുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇവിടെ ഞങ്ങളുടെ ഈ കൺട്രോൾ പാനലിനകത്ത് ഇതിൻ്റെ VFDയുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ലോഗ് ബുക്കും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വയറിംഗ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിലവിൽ പാരാമീറ്റർ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രോയിങ് പാറ്റേൺ. സോ ഇനിയിപ്പം നമുക്കിതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങിലേക്ക് കടക്കാം. സോ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യമേ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ വരുന്നുണ്ടോ, ഈ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് സപ്ലൈ വരുന്നുണ്ടോ എന്നാണ് ആദ്യമായി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ ഇൻപുട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് വോൾട്ടേജ് AC വോൾട്ട് സൈഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻപുട്ട് ചെക്ക് ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ VFD എന്തായാലും ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്, ഇൻപുട്ട് വരാനുള്ള സാഹചര്യം എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ മാക്സിമം ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ ഇൻപുട്ട് ഇവിടെ ഒരു 3 ഫേസ് സപ്ലൈ ആണ് ഇൻപുട്ടായിട്ട് കാണുന്നത്. ഇതൊരു 3 ഫേസ് VFD ആണ്. അപ്പം നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഫേസ് ടു ഫേസ് ചെക്ക് ചെയ്ത് 440 വോൾട്ടേജ് അല്ലെങ്കിൽ 400 വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. സോ നമ്മൾ ഇവിടെ മൾട്ടിമീറ്ററിൽ അപ്പം വോൾട്ടേജ് ഇട്ടിട്ടുണ്ട്, AC വോൾട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഫേസ് ടു ഫേസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫേസ് ടു ഫേസ് ഇന്ന് ഞാനിപ്പോൾ R-ഉം Y-യും കൂടി നോക്കി. സോ നമ്മളിവിടെ R-ഉം Y-യും കൂടി നോക്കി. അപ്പം വോൾട്ടേജ് ഇവിടെ കാണിക്കുന്ന 400 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. സോ ഇതുപോലെ നമ്മൾ ഫേസ് ടു ഫേസ് എല്ലാ ഫേസും 3 ഫേസും കൂടി ചെക്ക് ചെയ്യണം. RY, YB, BR അങ്ങനെ 3 രീതിയിലും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം.
3 ഫേസും ഇൻപുട്ടായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. പിന്നീട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഇൻപുട്ട് നമ്മുടെ സെലക്ടർ സ്വിച്ചിൻ്റെ സെലക്ട് ചെയ്യുന്ന ഇൻപുട്ട് ഇവിടെ സെലക്ടർ സ്വിച്ചിൻ്റെ NO കോണ്ടാക്റ്റ് ആണ് ഇവിടെ. ഈ ഇൻപുട്ട് മുകളിൽ എന്തുവാന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇൻപുട്ട് വരുന്നുണ്ടോ, അതിൻ്റെ കമാൻഡ് ഔട്ട്പുട്ട് പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ കൺട്രോൾ പാനലിൻ്റെ അനുസരിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ടത്. സോ അതിനായി നമ്മൾ ഇതിൻ്റെ ഡ്രോയിങ് നോക്കുവാണ്. സോ നമുക്കറിയാം ഇവിടെ റിട്ടേൺ ഫാൻ്റെ ഡ്രോയിങ് ഓപ്ഷന് ഇവിടെ സെലക്ടർ സ്വിച്ചിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. HOA ഓപ്ഷൻ. സോ അതിൻ്റെ ഇൻപുട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ 2F1 നിന്നാണ് ഇൻപുട്ട് വരുന്നത്. സോ ഈ 2F1 നിന്ന് വരുന്നത് എന്ത് സപ്ലൈ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഇതിന് മുന്നേ ഉള്ള ഡ്രോയിങ്ങിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം 2F1 എന്ത് ഇൻപുട്ടാണെന്ന്. സോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടാണ് ഇവിടെ 2F1 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം ഇവിടെ ഒരു 24 വോൾട്ട് AC ട്രാൻസ്ഫോമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്. സോ അതിൻ്റെ ഔട്ടാണ് ഈ 2F1 നിന്ന് വരുന്നത്. സോ ഇതിൻ്റെ ഔട്ടാണ് നമ്മുടെ സെലക്ടർ സ്വിച്ചിൽ ഇൻപുട്ടായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യമേ ഇവിടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് 24 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മൾ ഇതിൻ്റെ ഔട്ട് 25 വോൾട്ട് AC ആണ്. അത് കാരണം നമ്മൾ മൾട്ടിമീറ്ററിൽ AC സെറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതാണ്ട് 25.18 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. സോ ഔട്ട് ഓക്കെ ആണ്. അപ്പം ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഫ്യൂസ് 2F1 എന്ന് പറയുന്ന ഫ്യൂസിലാണ് നമുക്കിവിടെ കാണാം. 2F1 എന്ന് പറയുന്ന ഫ്യൂസിലാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് പോയിട്ട് ഈ സെലക്ടർ സ്വിച്ചിലോട്ട് വരുന്നത്. സോ ആദ്യമേ നമുക്ക് 2F1 സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടാണ് 2F1. അവിടെ 24 വോൾട്ട് AC ആണ് കിട്ടേണ്ടത്. അപ്പം നമ്മളിവിടെ ഫേസും സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ ഈ 24ൻ്റെ ന്യൂട്രലും നമ്മൾ പോയിൻ്റ് ചെയ്തിട്ട് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യണം ഫേസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഫ്യൂസിൻ്റെ ഔട്ടിലും ഇന്നിലും നമ്മൾ ഈ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. 24 വോൾട്ടിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഫേസ് വെച്ചിട്ട് ഔട്ടിൽ ഫേസ് വെച്ചിട്ട് നമ്മൾ ഈ ന്യൂട്രൽ ഈ 24ൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ നിന്ന് നോക്കുന്നു. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വോൾട്ടേജ് കാണുന്നില്ല. സാധാരണ 24 വരേണ്ടതാണ്, വരുന്നില്ല. ചിലപ്പോൾ ഫ്യൂസ് പോയതായിരിക്കും. നമുക്ക് ഇനി ഇതിൻ്റെ ഇന്നിലും കൂടി ഒന്ന് വെച്ച് നോക്കാം. താഴെ തന്നെ താഴെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാണ്. വോൾട്ടേജ് കാണുന്നില്ല. സോ വോൾട്ടേജ് ഇവിടെ കാണുന്നില്ല. സോ ഇതിൻ്റെ ഇൻപുട്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഇത് ഫ്യൂസിൻ്റെ ഇൻപുട്ട് നേരെ നോക്കുമ്പോൾ 033 എന്ന് കിടക്കുന്നൊരു ഫെറൂൾ നമ്പറാണ് കാണുന്നത്. സോ ഈ ഫെറൂൾ നമ്പർ 033 എവിടെ നിന്നാണ് വരുന്നതെന്നാണ് നമ്മളിനി നോക്കുന്നത്. സോ നമുക്കിവിടെ കാണാം ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് 031ഉം 32ഉം പിന്നെ ഒരു UVR എന്ന് കിടക്കുന്നുണ്ട്. UVR എന്ന് വെച്ചാൽ അണ്ടർ വോൾട്ടേജ് റിലേ ആണ്. സോ ആ റിലേയുടെ ഔട്ടാണ് 033 ആയിട്ട് വരുന്നത്. സോ നമുക്കിനി ഇവിടെ ചെക്ക് ചെയ്യണം ഈ അണ്ടർ വോൾട്ടേജ് റിലേയുടെ. സോ അണ്ടർ വോൾട്ടേജ് റിലേ ഇതാണ്. സോ
സോ ഇവിടെ 032 ഇന്ന് ഈ 033 ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം, ഇവിടെ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ വരുന്നില്ലെങ്കിൽ ഈ ഇന്ന് ക്യാച്ച് ഇന്നോ NC ആകുമ്പോഴാണ് ഈ സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഈ എന്നോ NC ആവുന്നില്ല. അപ്പോൾ അതെന്താ കാരണമെന്ന് നോക്കണം. സാധാരണഗതി അണ്ടർ വോൾട്ടേജ് റിലേയിൽ വോൾട്ടേജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലാണ് ഈ എന്നോ NC ആവാതെ വരുന്നത്. സോ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 400-ലാണ്. നമുക്കിവിടെ 400 വോൾട്ടേജ് കിട്ടിയതുകൊണ്ട് സോ പിന്നീട് എന്താ ഇങ്ങനെ വരാൻ ഇതിരിക്കുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ നമ്മൾ ഇവിടെ ഇതിൻ്റെ അണ്ടർ വോൾട്ടേജിൻ്റെ എന്നോട് ഔട്ടിൽ നിന്ന് നമ്മൾ ഫേസ് കൊടുത്തിട്ട് സപ്ലൈ 24 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രലുമായിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പം 0.22 എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് വോൾട്ടേജ് കിട്ടുന്നില്ല. സോ അപ്പോൾ അതാണ് സംഭവം, അണ്ടർ വോൾട്ടേജ് ക്യാച്ച് ആവുന്നില്ല. നമുക്കിനി ഇതിൻ്റെ ഔട്ട് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഷോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ 0.32ഉം ഈ 0.33യും കൂടി ജമ്പ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇത് വർക്ക് ചെയ്യുന്നോ ഇല്ലയോ, അതാണോ കാരണമെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. സോ നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി നമുക്കിതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാം. മുന്നേ ഇൻഡിക്കേഷൻ കത്തുന്നില്ലായിരുന്നു, ഇപ്പോൾ ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഹാൻഡും ഓട്ടോ ഇട്ടിട്ടും ഇതിന് റെസ്പോൺസ് ഒന്നുമില്ല. സോ അപ്പോൾ ഇത് വേറെ എന്തോ പ്രശ്നം കൂടി ഉണ്ട്. ഇനി നമുക്ക് ഡ്രോയിങ്ങിലേക്ക് വീണ്ടും പോവാം. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്യൂസിൻ്റെ ഔട്ട് 24 വോൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. 2F1 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ 2F1ൻ്റെ ഔട്ട് ഇവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. 24 വോൾട്ട് നമ്മളിപ്പോൾ 2F1ൽ ഇതിൻ്റെ പ്രോബ് വെച്ച് ന്യൂട്രലുമായിട്ട് ചെക്ക് ചെയ്യുകയാണ്. സോ നമ്മൾ ഇവിടെ 2F1ൻ്റെ ഔട്ടിൽ ഫേസിൻ്റെ പ്രോബും ന്യൂട്രൽ ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രലിനകത്ത് ന്യൂട്രൽ പ്രോബും വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 24 ഔട്ട് കിട്ടുന്നുണ്ട്. സോ ഇവിടം വരെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടോഗിൾ സ്വിച്ച് സെലക്ടർ സ്വിച്ചിൻ്റെ ഔട്ട് ഇവിടെ കിട്ടുന്നോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ സെലക്ടർ സ്വിച്ചിൻ്റെ ഔട്ട് നേരെ പോകുന്നത് ഇവിടെ 2KA2 എന്ന് പറയുന്ന നമുക്കിവിടെ കാണാം. ആൻഡും ഓട്ടോയും ഇവിടെ പോകുന്നത് 2KA1ഉം 2KA2 എന്ന് പറയുന്ന രണ്ട് റിലേക്കകത്താണ്. സോ റിലേ ഇവിടെ 24 വോൾട്ട് റിലേ ആണ്. സോ നമുക്കിനി ആ രണ്ട് റിലേക്ക് ഇതിൻ്റെ ഔട്ട് കിട്ടുന്നോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ ഡ്രോയിങ്ങിൽ പ്രകാരം ഈ 2KA1 എന്ന് പറയുന്ന ഹാൻഡിലുള്ള ഓപ്ഷനിൽ ഉള്ള റിലേ 2KA1-നകത്ത് 24 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കിട്ടുവാണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആയിട്ട് ഈ VFDയുടെ ഡിജിറ്റൽ സിഗ്നലിൽ കിട്ടണം. ഇവിടെ 2KA1 ആണ്. സോ ഇവിടെ നമുക്കറിയാം 24 വോൾട്ട് ഡിജിറ്റൽ സിഗ്നൽ വന്നിട്ട് ഈ 2KA1 വഴി ക്യാച്ച് ചെയ്തിട്ട് കമാൻഡ് കൊടുക്കുകയാണ്. സോ ഇതിനകത്ത് 24 കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പ്രോബ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ട്രാൻസ്ഫോമറിൽ കൊടുക്കുകയാണ്. കിട്ടുന്നോ ഇല്ലയോ എന്ന്.
സോ ഇവിടെ സപ്ലൈ കിട്ടുന്നുണ്ട്. സോ ഇവിടം വരെ കമാൻഡ് മറ്റേ സെലക്ടർ സ്വിച്ചിൻ്റെ ഹാൻഡിൽ ഇടുമ്പോഴുള്ള കമാൻഡ് 24 കിട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇത് റിലേ ഒന്ന് മാനുവലിൽ ഒന്ന് നോക്കാം. നമുക്കിവിടെ ഈ റിലേക്ക് എല്ലാം ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലത്തെ ഒരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ നമ്മൾ മേപ്പോട്ട് ആക്കുവാണെങ്കിൽ ഇത് മാനുവലിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇൻ കേസ് ഈ റിലേക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഉള്ള ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് മാനുവലിൽ വർക്ക് ചെയ്യിപ്പിക്കാം. സോ ഇവിടെ മാനുവലിൽ വർക്ക് ചെയ്തപ്പം ഇതാണ്ട് നമ്മുടെ VFD ആക്ടിവേറ്റ് ആയിരിക്കുന്നു. സോ അപ്പം നമ്മുടെ ഈ റിലേയുടെ പ്രശ്നമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഈ 24 വോൾട്ടിൻ്റെ റിലേക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. സോ ഈ റിലേ ചേഞ്ച് ചെയ്താൽ ഓക്കെ ആവും. നമ്മുടെ ഓട്ടോ ഇവിടെ BMS വഴിയാണ് കമാൻഡ് വരുന്നത്. സോ BMS വഴി വരുവാണെങ്കിൽ ഇവിടെ ഈ 2KA2 ആണ് പിടിക്കേണ്ടത്. സോ ഇവിടെ 2KA2 പിടിക്കുമ്പോൾ ഇവിടെ 24 വോൾട്ട് ഡിജിറ്റലിൽ നിന്ന് കമാൻഡ് 2KA2 വഴി വന്നിട്ട് ഇവിടെ 9 എന്ന് കാണിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ VFDയുടെ സ്റ്റാർട്ട് ഓപ്ഷനാണ് കാണിക്കുന്നത് നമ്മുടെ ഡ്രോയിങ് പ്രകാരം. സോ നമ്മുടെ ഇവിടുത്തെ ഡ്രോയിങ് പ്രകാരം ഈ 12 എന്ന് പറയുന്നത് ഇവിടുത്തെ 12 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 12 സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് കമാൻഡാണ്. ഈ കമാൻഡിൽ 24 വോൾട്ട് ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആവുന്ന ഈ VFD ഡിജിറ്റൽ വഴി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടെ BMSൻ്റെ കമാൻഡ് ഈ നമ്മുടെ ഈ റിലേക്ക് ഏതാ ഈ 2KA2 ഈ 2KA2ന് ഇവിടെ കിട്ടുവാണെങ്കിൽ ഈ റിലേ നമ്മുടെ BMS വഴി നമുക്ക് ഓട്ടോയിൽ കൺട്രോൾ ചെയ്യാം. സോ നമ്മൾ ഇവിടെ ഒന്ന് മാനുവലിൽ ചെക്ക് ചെയ്യാം. 2KA2 എന്ന് പറയുന്നത് നമുക്ക് മാനുവലിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 2KA2 സോ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. സോ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് 2KA2ൻ്റെ ഫെറൂൾ നമ്പർ നോക്കാം. 2KA2ൻ്റെ 24 വരുന്നത് 054 എന്ന് പറയുന്ന ഫെറൂൾ നമ്പറിലുള്ള റിലേ ആണ്. ഇവിടെ 043 ഇവിടെ 043 നമുക്കിവിടെ 055 ആണ് വരേണ്ടത്. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ആ റിലേ. സോ ആരോ റിലേ മാറ്റി ഇട്ടിട്ടുണ്ട്. സോ ഇത് നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഇത് പിടിക്കുന്നുണ്ടോ ഇല്ലോ നോക്കാം. സോ അതാണ്ട് ഇവിടെ പിടിച്ചിരിക്കുന്നു. സോ ഓട്ടോയിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് BMSൻ്റെ കമാൻഡ് കൊടുത്താൽ ഇത് ഓട്ടോയിലും വർക്ക് ചെയ്യും. സോ ഇവിടെ സംഭവം ഈ 24 വോൾട്ട് സപ്ലൈ കിട്ടാത്തതായിരുന്നു നമ്മുടെ പ്രശ്നം. നമ്മുടെ അണ്ടർ വോൾട്ടേജ് റിലേ എന്നോ പിടിക്കാത്തതായിരുന്നു കുഴപ്പം. സോ അതുവഴി കമാൻഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിൽ നിന്നുള്ള ഔട്ടാണ് ഇവിടെ പോകുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ കൺട്രോൾ പാനലിലെല്ലാം ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തുള്ള ട്രബിൾ ഷൂട്ടിങ്ങുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. So stay safe. Goodbye.